ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ദി ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാട് തയ്യാറാകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങൾ തീരുന്നില്ല. അധികാര സമവാക്യങ്ങൾ, വ്യക്തി താൽപ്പര്യങ്ങൾ, അകത്തള സംഘർഷങ്ങൾ എല്ലാം ചേർന്ന് രാഷ്ട്രീയ ചിത്രം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഹൈക്കമാൻഡ് വഴങ്ങി എന്ന ആദ്യം വാർത്തകൾ വന്നെങ്കിലും വഴങ്ങിയില്ല എന്ന വാർത്തകൾ തുടർന്നു വരുന്നു. അടൂർ പ്രകാശിനെയും പരിഗണിച്ചില്ല. പെരുമ്പാവൂരിൽ പടയൊരുക്കം നടക്കുന്നു. എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടോ എന്ന സംശയം. സീറ്റ് നിഷേധം നീതികേടാണ് എന്ന് ചൂണ്ടിക്കാണി അണികൾ പെരുമ്പാവൂരിൽ പ്രതിഷേധത്തിനിറങ്ങുന്നു. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധവുമായി KSU നേതാവും എത്തി. പക്ഷേ തൻ്റെ രാജിവാർത്ത തെറ്റാണെന്ന് പറഞ്ഞ് അലോഷ്യസ് സേവ്യർ അത് തള്ളിക്കളഞ്ഞു. ഹൃദയത്തുടിപ്പാണ് KSU എന്ന് പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പത്രിക സമർപ്പിച്ചു. പോരിനുള്ള പാഞ്ചജന്യം മുഴക്കി. വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള പിണറായിയുടെ മോഹം പക്ഷേ നടക്കില്ലെന്ന് ഫേസ്ബുക്കിൽ കുറിക്കുന്നു G. സുധാകരൻ. BJP കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പുറത്തുവിട്ടു. RJDക്കകത്ത് ഇന്നും പൊട്ടിത്തെറി തന്നെ. V. സുരേന്ദ്രൻ പിള്ളയും കൂട്ടരും രാജിവെച്ചു. പാർട്ടി ശാസനം, നേതൃത്വ സ്വാധീനം, ജനാധിപത്യ മൂല്യങ്ങൾ, അങ്ങനെ എല്ലാ വിഷയങ്ങളും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. കേരള രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് നീങ്ങുന്നു നോക്കാം. സ്വാഗതം ദി ഇലക്ഷൻ ചാനലിലേക്ക്. ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് ആദ്യം ദി ഇലക്ഷൻ ചാനൽ നീങ്ങുന്നത്. താനൂരിന് പകരം തിരൂരിൽ മത്സരിക്കുമെന്ന് സ്ഥിരീകരിച്ച V. അബ്ദുറഹ്മാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. തിരൂർ വികസന കാര്യത്തിൽ പിന്നോട്ടാണ്. അതിനെ മാറ്റുക എന്നതാണ് ദൗത്യമെന്ന് അബ്ദുറഹ്മാൻ പറയുന്നു. പെരുന്നാൾ കഴിഞ്ഞാൽ പ്രചാരണത്തിനിറങ്ങുമെന്നാണ് പ്രതികരണം. താനൂരിൽ നിന്ന് V. അബ്ദുറഹ്മാൻ്റെ പേര് CPM പ്രഖ്യാപിച്ചിരുന്നു. താനൂർ മാറ്റി തിരൂർ നൽകണം എന്നാവശ്യപ്പെട്ട് അബ്ദുറഹ്മാൻ ഇതുവരെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് താനൂരിൽ നിന്ന് തിരൂരിലേക്ക് അബ്ദുറഹ്മാനെ മാറ്റുന്നു എന്ന വിവരം ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്. ആ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. CV അനുമോദ് എന്നോടൊപ്പം ചേരും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അനുമോദാണ് കഴിഞ്ഞ ദിവസം ഈ സുപ്രധാനമായ വാർത്ത പുറത്തുവിട്ടത്. താനൂരിന് പകരം തിരൂരിൽ തന്നെ അബ്ദുറഹ്മാൻ മത്സരിക്കും എന്ന് അനുമോദ് വ്യക്തമാക്കിയിരുന്നു. അത് ആദ്യഘട്ടത്തിലുള്ള പ്രഖ്യാപനം വന്ന സാഹചര്യത്തിൽ താനൂരിൽ പ്രചരണത്തിനിറങ്ങാൻ അബ്ദുറഹ്മാൻ തയ്യാറാകാത്തത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നു. ഒടുവിൽ അനുമോദ് പുറത്തുവിട്ട വാർത്ത ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അതിനുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. MV ഗോവിന്ദൻ മാഷ് രാവിലെ ഇതിൻ്റെ ഒരു സൂചന നൽകി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അത് മാറ്റുന്നതിൽ തെറ്റില്ല, മത്സരിക്കാമെന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി തന്നെ അബ്ദുറഹ്മാൻ തന്നെ ഇത് വ്യക്തമാക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞാൽ പ്രചരണത്തിനിറങ്ങും എന്ന്, അല്ലേ? അസാധാരണമാണ് താനൂരിലെ പ്രചരണത്തിന്റെ ഓരോ വിശേഷങ്ങളും. V. അബ്ദുറഹ്മാന് സാധാരണഗതിയിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്കില്ലാത്ത ചില സ്വാതന്ത്ര്യം ഇടതുപക്ഷം നൽകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തേത്. അദ്ദേഹത്തിന്റെ പേര് താനൂരിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. പക്ഷെ അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുന്നില്ല. പകരം തിരൂർ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു. പാർട്ടി പല വിധത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. താനൂരിലേക്ക് മത്സരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പക്ഷെ അതിനൊക്കെ മറികടന്ന് അബ്ദുറഹ്മാൻ തന്നെ തിരൂരിലേക്ക് എത്തുമെന്ന് അവസാനം തെളിയുകയാണ്. ഇന്ന് രാവിലെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ ഒരു സൂചന നൽകിയിരുന്നു. അബ്ദുറഹ്മാൻ സ്വതന്ത്രനാണ്, അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും മത്സരിക്കാമെന്നുള്ളത്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളോട് സംസാരിച്ച V. അബ്ദുറഹ്മാൻ തന്നെ തന്റെ താല്പര്യം തുറന്നു പറയുകയാണ്. തന്റെ ജന്മനാട് തിരൂരാണ്. ജന്മനാട്ടിൽ മത്സരിക്കാൻ ആർക്കാണ് താല്പര്യമില്ലാതിരിക്കുക? തിരൂർ ഏറെ വികസനത്തിന് പിന്നിലാണ്. പെരുന്നാൾ കഴിഞ്ഞാൽ താൻ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് കൂടി പറയുമ്പോൾ ഇനി മറ്റു മാറ്റങ്ങളൊന്നും അതിൽ വരാനില്ല. അദ്ദേഹം തിരൂരിൽ തന്നെ മത്സരിക്കും. താനൂരിൽ സ്ഥാനാർത്ഥിയായി മറ്റൊരാളെ CPM നോക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത് അസാധാരണമാണ്. ഇത് വലിയ വിവാദങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ അതിനൊരു നീക്കമുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ പ്രചരണത്തിന് വരുന്നില്ല എന്നത് വലിയ തോതിൽ അവിടെ ചർച്ചയായി. നേരത്തെ അനുമോദ് തന്നെ മറ്റൊരു പ്രധാന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വാർത്ത നൽകിയിരുന്നു. അത് രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. രണ്ടത്താണി ഇപ്പോൾ പഴയ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ മുക്കി ഇപ്പോൾ പുതിയ തങ്ങളുടെയൊക്കെ ഫോട്ടോയൊക്കെ വെക്കുന്നു. തൻ്റെ പഴയ നിലപാടൊന്ന് മയപ്പെടുത്തുന്നു. അങ്ങനെ മൊത്തത്തിൽ തിരൂരിലും താനൂരിലും വലിയ തരത്തിൽ ചിത്രങ്ങൾ മാറുകയാണ്, അല്ലേ?
2 ദിവസം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിനെതിരെ നിലപാട് വ്യക്തമാക്കുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകുന്ന പ്രചാരണം നടക്കുന്നു. ഇടതുപക്ഷ നേതാക്കൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം അതിനെ സ്വീകരിക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്നു. പക്ഷേ വൈകുന്നേരത്തോടെ ചിത്രം മാറുകയാണ്. ഇടതുപക്ഷ അദ്ദേഹത്തിന് സീറ്റ് നൽകില്ല എന്ന് വ്യക്തമാക്കുന്നതോടെ അബ്ദുറഹ്മാൻ വീണ്ടും മുസ്ലിം ലീഗിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യം. ഇന്നലെ രാത്രി 11 മണിക്ക് അദ്ദേഹം പാണക്കാടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയും മുനീർ അലി ശിഹാബ് തങ്ങളെയും കണ്ട് മടങ്ങുന്നു. രാവിലെ മാധ്യമങ്ങളെ കണ്ട് താൻ ലീഗുകാരൻ തന്നെയാണ്, തന്റെ വേദന താൻ അറിയിക്കുക മാത്രമാണ് ചെയ്തത്, തന്റെ പാർട്ടി അതിൽ ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞ് സമസ്താപരാധം പറയുന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം വിശദീകരിക്കുന്നു. വൈകുന്നേരത്തോടെ അദ്ദേഹം മുൻപ് എന്ത് തരത്തിലുള്ള പ്രകോപനമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൃഷ്ടിച്ചതെങ്കിൽ ആ പോസ്റ്റ് അദ്ദേഹം ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. പകരം പാണക്കാട് തങ്ങന്മാർ നിരന്നിരിക്കുന്ന ഒരു ഫോട്ടോ അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് അബ്ദുറഹ്മാൻ രണ്ടത്താണി അദ്ദേഹത്തിന്റെ നീക്കം പാർട്ടിക്കെതിരെ വിമർശിച്ച് ഇടതുപക്ഷത്തേക്ക് എത്താനുള്ള ഒരു നീക്കം വിജയിച്ചില്ല എന്ന് തന്നെ വേണം പറയുവാൻ. അങ്ങനെ വിജയിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ച് പഴയ ലാവണത്തിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണുമെന്നറിയില്ല. ഇപ്പോഴും സാദിഖ് അലി ശിഹാബ് തങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തോട് പൂർണ്ണമായും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടും എന്താകുമെന്ന് അറിയില്ല. ഒരുപക്ഷെ പാർട്ടി നടപടി ഇനി വരും ദിവസങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നിലവിലെ സാഹചര്യത്തിൽ ലീഗിനെ സംബന്ധിച്ച് അബ്ദുറഹ്മാൻ തെരഞ്ഞെടുപ്പിൽ തലവേദന ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും വി അബ്ദുറഹ്മാന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. എല്ലാവർക്കും സ്വന്തം നാട്ടിലൊന്നും മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. നോക്കൂ, തിരൂരിന്റെ ഞങ്ങളുടെ നാട് വർഷങ്ങളായി പിന്നോക്കാണ്. നിരവധി MLA വന്നു, നിരവധി മന്ത്രിസഭകൾ വന്നു. ഇന്നേ വരെ ഞങ്ങളുടെ നാട്ടിന് വികസനം ഉണ്ടായിരുന്നു. നമ്മളെ മലപ്പുറം ജില്ല എല്ലാ മണ്ഡലങ്ങളും നല്ല രീതിയിൽ വികസിച്ചു. പക്ഷെ തിരൂരിന്റെ പിന്നോട്ടാണ് പോയിട്ടുള്ളത്. അത് ആ പ്രദേശത്തെ ആളുകൾ എന്നുള്ള എനിക്ക് അതിന് മാറ്റുക എന്നുള്ള ഒരു ദൗത്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ തവണയും ഈ ഗവൺമെന്റ് വന്നിട്ടും കുറേ പണം അവിടെ ചെലവഴിച്ചു. അത് വേണ്ട വിധത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായും തിരൂരിന്റെ വികസനം അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. തിരൂരുകാരൻ എന്നുള്ളത് അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനുമോദേ, ഈ അബ്ദുറഹ്മാനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? തിരൂര് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണോ അബ്ദുറഹ്മാനുള്ളത്? കാരണം അത്ര കണ്ട് എളുപ്പമുള്ളൊരു ഫൈറ്റ് അല്ല തിരൂരിൽ, അല്ലേ? വി അബ്ദുറഹ്മാനെ സംബന്ധിച്ച് തിരൂർ അത്ര അപരിചിതമായ ഒരു മണ്ണല്ല. അദ്ദേഹം 15 വർഷം നഗരസഭയിലെ കൗൺസിലറായും വൈസ് ചെയർമാനായിട്ടുമൊക്കെ സേവനം അനുഷ്ഠിച്ച മണ്ണാണ്. മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ വ്യാപാര മേഖലയിൽ വലിയ ഒരു ശൃംഖലതയുടെ ബലം തന്നെയുണ്ട്. ആ വ്യക്തിബന്ധങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവുമോ അനുമോദ്? വ്യക്തിബന്ധങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാകുമോ? നേരത്തെ ലീഗിന് വോട്ട് ചെയ്തവരൊക്കെ അത് മാറി ഇന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിലപാട് മാറ്റും എന്ന് കരുതാനാകുമോ? അല്ല, അതിലേക്കാണ് വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അവിടെ മത്സരിക്കുന്നത് കുറുക്കോളി മൊയ്തീനാണ്. അദ്ദേഹം വളരെ സാത്വികനായ ഒരു MLA എന്നുള്ള പരിവേഷമുള്ള ആളാണ്. ലീഗിന്റെ ഏറ്റവും ശാന്ത സ്വഭാവരായിട്ടുള്ള MLA ആണ്. അദ്ദേഹം വിവാദങ്ങളൊന്നും പോയി ചാടിയിട്ടില്ല. മാത്രമല്ല മണ്ഡലത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ കാര്യമാണ് എന്നുള്ളൊരു വസ്തുതയാണ്. CPM-കാർക്ക് പോലും അദ്ദേഹത്തെ വിമർശിക്കാനുള്ള അവസരം അദ്ദേഹം ഒരുക്കിയിട്ടില്ല. അപ്പോൾ അപ്പുറത്ത് അത്തരത്തിലൊരു പരിവേഷമുള്ള ഒരു ഇമേജ് ഉള്ള കുറുക്കോളി മൊയ്തീൻ, ഇപ്പുറത്ത് മണ്ഡലം മാറി വരുന്ന മുൻ മന്ത്രിയായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും മന്ത്രിയാണ് അദ്ദേഹം, ഇലക്ഷൻ ആ സമയത്ത് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ, വി അബ്ദുറഹ്മാൻ വരുന്നു. സ്വാഭാവികമായിട്ടും ഇത് രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വി അബ്ദുറഹ്മാന്റെ ശൈലി എന്നുള്ളത് എതിരാളികളുടെ വോട്ടുകൾ പോലും ചോർത്താൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിച്ച് അത്തരത്തിൽ അവിടെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ കുറുക്കോളി മൊയ്തീൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ സാമുദായിക സംഘടനകൾ, AP വിഭാഗമാകട്ടെ, EK വിഭാഗമാകട്ടെ, മുജാഹിദ് സംഘടനകളാകട്ടെ, അവർക്കെല്ലാം തന്നെ സ്വീകാര്യമായിട്ടുള്ളൊരു നിലപാട് പലപ്പോഴും കുറുക്കോളി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ അവർ കൈവിടുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് രണ്ടാമതായിട്ട് ഉയരുന്നത്. ലീഗിന്റെ വോട്ടുകൾ എന്താണെങ്കിലും വലിയൊരു പരിധി വരെ കുറുക്കോളി മൊയ്തീനെ കൈവിടില്ല. പക്ഷെ കോൺഗ്രസിന്റെ വോട്ടുകൾ വി അബ്ദുറഹ്മാന്റെ പഴയ ബന്ധങ്ങളും സൗഹൃദങ്ങളും വെച്ച് അത് നേടാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിനെല്ലാം അപ്പുറത്ത് അദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളി താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറിയതിന്റെ ഒരു വിശദീകരണം, ബോധ്യപ്പെടുന്ന ഒരു വിശദീകരണം ജനങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളത്. 2 തവണ മത്സരിച്ച മണ്ഡലത്തിൽ നിന്ന് മാറുന്നതിന്റെ കാരണം എന്താണ് അവിടെ ആത്മവിശ്വാസക്കുറവ് എന്ന ചോദ്യമായിരിക്കും
ജനങ്ങൾ ചോദിക്കുക. അതിന് തൃപ്തികരമായിട്ടുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന മറുപടി വിശദീകരണം അദ്ദേഹത്തിന് നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരൂരിൽ മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയേണ്ടി വരിക. ജനങ്ങളെ ബോധിപ്പിക്കാൻ ഈ മണ്ഡലം മാറിയതിന്റെ കാരണം വി അബ്ദുറഹ്മാന് ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ, UDF-ലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് അദ്ദേഹത്തിന് ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തിരൂരിൽ അദ്ദേഹത്തിന് ആ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരൂരിൽ അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും. അതല്ലെങ്കിൽ തിരൂർ UDF-ന്റെ കോട്ടയായി തന്നെ തുടരാനാണ് സാധ്യത. അതാണ് CV അനുമോദ് നൽകിയ ആ വിശദീകരണമാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം അദ്ദേഹത്തിന് അവിടെ മണ്ഡലത്തിൽ ചെന്ന് വോട്ട് ഭിന്നിപ്പിക്കാൻ കഴിയണം, അത് പിന്നീട് സ്വന്തം പെട്ടിയിലാക്കാൻ കഴിയണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ വാശി പിടിച്ചതിനൊക്കെ ഒരു വിജയം ഉറപ്പാക്കി എന്ന് പറയുമ്പോൾ മാത്രമേ അതിനൊരു ന്യായീകരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ ഏതായാലും അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് അനുമോദ് പറയുന്നു. വ്യക്തിബന്ധങ്ങളൊക്കെ വോട്ടാകും എന്ന് പറയുന്നു. അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. തിരൂര് വികസനത്തിൽ പിന്നോട്ടാണ്, അത് മാറ്റുക എന്നൊരു വലിയ ദൗത്യമാണ് തൻ്റെ മുന്നിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. പെരുന്നാൾ കഴിഞ്ഞാൽ പ്രചരണത്തിന് ഇറങ്ങും. അപ്പോൾ നേരത്തെ പ്രചരണത്തിന് ഇറങ്ങാതിരുന്നത് എന്തിനാണ് എന്നതൊക്കെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ഏതായാലും ഇടതുപക്ഷം അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ തിരൂരും താനൂരും ഒരേപോലെ തന്നെ വലിയ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം MV ഗോവിന്ദൻ മാഷിൻ്റെ ഒരു വളരെ സുപ്രധാനമായ ഒരു പ്രതികരണം ഇന്ന് വന്നിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഈ UDF-ൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് അദ്ദേഹം വലുതായി പരിഹസിക്കുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥിതി പരിതാപകരമാണെന്ന് ഈ കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നൊക്കെ MV ഗോവിന്ദൻ പരിഹസിക്കുമ്പോൾ അത് കൊണ്ട് എത്തിക്കുന്നത് കോൺഗ്രസിൻ്റെ നേർക്കാണ്. കോൺഗ്രസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ 3ാം ടേമിലേക്കുള്ള യാത്ര അതിശക്തിയായ രീതിയിൽ ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ്. 3ാം ടേം എന്ന് പറയുന്നത് ഏതെങ്കിലും മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ MLA-മാർക്കോ വേണ്ടിയല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് 3ാം ടേമിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളത്. അതിന്റെ യാത്രയിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളാണ് കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പൊതുവേ കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ആരെപ്പറ്റിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കാനാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് തികഞ്ഞ ആത്മവിശ്വാസമാണ് MV ഗോവിന്ദൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് എത്രമാത്രം വിജയം കാണുമെന്നതൊക്കെയുള്ള ഒരുപക്ഷെ വോട്ടെണ്ണൽ കഴിയുമ്പോഴേ പറയാനാവുമെങ്കിലും തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസം കാണുന്നു. കണ്ണൂരിൽ നമുക്കറിയാം കെ സുധാകരൻ തന്നെയാണ് അവിടെ ഹൈക്കമാൻഡ്. കണ്ണൂരിൽ മറ്റൊരു ഹൈക്കമാൻഡ് ഇല്ല. കെ സുധാകരൻ കണ്ണൂരിൽ അവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കണ്ണൂരിൽ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, അവിടെ കെ സുധാകരനെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു നിലപാടില്ല. പക്ഷേ ഇവിടെ വലിയൊരു തർക്കം നടക്കുന്നു. കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചൊരു തർക്കം നടക്കുന്നു. ഇപ്പോൾ ആ ലിസ്റ്റ് ഉടൻ വരും, AICC ഉടൻ പുറത്തുവിടും എന്ന വിവരങ്ങൾ വരുന്നു. അവസാന നിമിഷവും മുതിർന്ന നേതാക്കളായ AK ആന്റണിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇടപെട്ടു എന്ന വിവരങ്ങൾ വരുന്നു. കണ്ണൂരിൽ സുധാകരനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പലരും ഈ വിവരങ്ങൾ അറിയിച്ചു. എന്നാൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഒരു വിഭാഗം ശക്തമായി നിലപാടെടുക്കുന്നു. സുധാകരൻ ഇനി രാജിവെക്കുമോ, സ്വതന്ത്രനായി മത്സരിക്കുമോ, അങ്ങനെയൊക്കെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ത്, ഇതൊക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ളൊരു മുന്നറിയിപ്പും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ AICCക്ക് നൽകി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ UDF-ന്റെ വിജയസാധ്യതയെ ബാധിക്കും എന്നാണ് പല നേതാക്കളും വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഹൈക്കമാൻഡ് നിലപാട് മാറ്റുമോ, ഹൈക്കമാൻഡ് മുട്ടുമടക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തുവരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതനുസരിച്ചായിരിക്കും കേരള രാഷ്ട്രീയത്തിലെ വലിയ നിർണായകമായ ഒരു നീക്കം നടക്കാൻ പോകുന്നത്.
ഏതായാലും നമുക്ക് ഈ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നത് വലിയ ചോദ്യചിഹ്നമായി ഉയരുകയാണ്. കണ്ണൂരിൽ എന്താണ് LDFിൻ്റെയും UDFിൻ്റെയും ഒരു ചിത്രം എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ 2011 അവിടെ UDFന് 55,427 വോട്ടാണ് അവിടെ ലഭിക്കുന്നത്. അത് 2009 കൂടുതലാണ്. 53,987 വോട്ടുകളേക്കാൾ കൂടുതലാണ് അവിടെ 2011 ലഭിക്കുന്ന വോട്ട്. 2016 ആകുമ്പോൾ അത് 53,151 ആകുന്നു. അത് UDFിൻ്റെ 2021 സതീശൻ പാച്ചേനി അവിടെ പരാജയപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. 2 ഘട്ടങ്ങളിൽ സതീശൻ പാച്ചേനി കണ്ണൂരിൽ പരാജയപ്പെടുന്നു. 2016 2021 രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ് അവിടെ ഈ 2016 2021 വിജയിക്കുന്നത്. 2021 രാമേന്ദ്രൻ കടന്നപ്പള്ളി 60,000-ലധികം വോട്ടുകൾ നേടുന്നു. സതീശൻ പാച്ചേനിയാകട്ടെ 58,568 വോട്ടുകൾ നേടുന്നു. അങ്ങനെ വളരെ ഒരു നേരിയ മാർജിനിൽ 175 വോട്ടുകളുടെ ഒരു വ്യത്യാസത്തിലാണ് 2021 ഈ മണ്ഡലം കോൺഗ്രസിന് നഷ്ടമാകുന്നത്. തുടർന്ന് 2016 ഏറെക്കുറെ സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. 1,196 വോട്ടുകൾക്കാണ് സതീശൻ പാച്ചേനി ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. അന്ന് കടന്നപ്പള്ളി രാമേന്ദ്രൻ 54,347 വോട്ടുകൾ എടുക്കുന്ന ഘട്ടത്തിൽ സതീശൻ പാച്ചേനിക്ക് 53,151 വോട്ടുകൾ മാത്രമാണ് കിട്ടുന്നത്. BJPക്ക് നിർണായകമായ ഒരു ശക്തിയാകാൻ കഴിയുന്നില്ല. പി സുധാകരൻ മാധ്യമപ്രവർത്തകൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സുധാകരൻ, കണ്ണൂര് നമുക്കറിയാം അവിടുത്തെ ഹൈക്കമാൻഡ് കെ സുധാകരനാണ്. കെ സുധാകരനെ അതിജീവിച്ചുകൊണ്ട് കണ്ണൂരിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കോൺഗ്രസിന്. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല കേട്ടോ. ഏത് നിമിഷവും അദ്ദേഹം പ്രഖ്യാപിക്കപ്പെടാം, അല്ലെങ്കിൽ പുറത്തു പോകാം. അങ്ങനെ വന്നാൽ കെ സുധാകരൻ ഗുഡ് ബൈ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ബൈ, ഇനി ഞാനില്ല എന്നൊക്കെയാണ് അദ്ദേഹം നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. ആരുമായും വേറെ സംസാരത്തിനൊന്നും തയ്യാറാകുന്നില്ല, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പോവുകയാണ്. ഈ കടുംപിടുത്തം കോൺഗ്രസിനെ ഏത് തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുമെന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, ഇതിൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള വളരെ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷനിലാണ് ഇതിന്റെ റിപ്പോർട്ടിംഗ് മുഴുവൻ നടന്നിട്ടുണ്ടായിരുന്നത്. സുധാകരൻ വരുന്നു വരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഗ്രൗണ്ടിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. സുധാകരന്റെ വോയിസ് പഴയ അത്ര ശക്തമല്ല എന്നാണ് എനിക്ക് നമ്മളിവിടെ ആളുകളോട് സംസാരിക്കുമ്പോൾ തോന്നുന്നത്. കാരണം സുധാകരൻ ഓഫ്കോഴ്സ് ഈ കണ്ണൂരിന്റെ ഒരു ഹൈക്കമാൻഡ് തന്നെയാണ്. അദ്ദേഹം ഒരു ഫയർ ബ്രാൻഡ് ലീഡർ ആയിരുന്നു. പക്ഷെ എല്ലാ അർത്ഥത്തിലും അധികാരത്തിന്റെ ഒക്കെ പല മേഖലകളിൽ ഇരുന്ന ശേഷം ഇപ്പോൾ അദ്ദേഹം പിടിവാശി നടത്തുകയാണ് എന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എത്രമാത്രം അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുമോ എന്ന് കണ്ണൂരുകാരൊക്കെ പറയുന്നത്. അങ്ങനെയാണോ പലരും പറയുന്നത്? അത് എല്ലാറ്റിലും രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത്രയും പിടിവാശിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? പ്രത്യേകിച്ച് UDFന് ഒരു എഡ്ജ്, പൊളിറ്റിക്കൽ എഡ്ജ് ഉണ്ട് എന്നുള്ള ഒരു പൊതുബോധം നിലനിൽക്കുമ്പോൾ, അപ്പുറത്ത് പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത് ഇത്രയും അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ ഈ വലിയ എടുത്തുചാട്ടത്തിന് ഇദ്ദേഹം തയ്യാറാകുമോ? ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പാർട്ടി വിട്ടു പോകുന്നു, പിന്നീട് മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കം, കടുത്ത തീരുമാനം ഒക്കെ ഉണ്ടാകുമെന്ന് ഭയപ്പെടേണ്ടതുണ്ടോ കോൺഗ്രസിന്? എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇതൊരു പ്രഷർ ടാക്ടിക്സിന്റെ ഭാഗമായിട്ട് പലതും പറയുന്നുണ്ടാവാം. പക്ഷെ സുധാകരൻ കഴിഞ്ഞ 48 മണിക്കൂറിൽ ആരോടും നേരിട്ട് സംസാരിച്ചതായിട്ട് അറിയില്ല, എക്സെപ്റ്റ് കോൺഗ്രസ് ലീഡർഷിപ്പ്. പാർട്ടി ലീഡർഷിപ്പിന് പുറത്ത് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ എടുത്തു ചാടിയൊരു തീരുമാനമെടുക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ശ്രീ സുധാകരൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമുക്ക് കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി ശ്രീ രഘുനാഥ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രഘുനാഥ്, നമ്മൾ നേരത്തെ ഈ വിഷയം സംസാരിച്ചതാണ്. കെ സുധാകരൻ BJPയിലേക്ക് വരുമെന്നൊരു ചെറിയ പ്രതീക്ഷ താങ്കൾക്കുണ്ട് അല്ലേ? ഇപ്പോഴും ഞങ്ങള് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആര് രാജിവെച്ച് വന്നാലും ഞങ്ങൾ അവർ സ്വീകരിക്കും.
പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളെന്ന രീതിയിൽ അവർ പ്രവർത്തിക്കാൻ തയ്യാറാവുകയും പാർട്ടിയുടെ ആശയങ്ങൾ വിജയിച്ചാൽ ആരെയും സ്വീകരിക്കും. അത് സുധാകരനായാലും ശരി. അല്ല, അങ്ങ് സുധാകരനുമായി അങ്ങ് വളരെ അടുത്തൊരാളാണ്. ഞാൻ അങ്ങയുടെ തെരഞ്ഞെടുപ്പിൽ അവിടെ ധർമ്മടത്ത് വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോഴും ഞാൻ വന്നിട്ടുണ്ട്. അങ്ങ് സുധാകരനുമായി വളരെ അടുത്തൊരാളാണ്. അങ്ങക്ക് ഇപ്പോഴും അങ്ങും സുധാകരനും തമ്മിലുള്ള ബന്ധവും ചർച്ചകളും ആളുകളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അനുകൂല സമീപനം സുധാകരനിൽ നിന്ന് കിട്ടിയോ ശ്രീ രഘുനാഥ്? സുധാകരൻ ഇന്ന് കാലത്ത് മുതൽ സത്യം പറഞ്ഞാൽ ഫോണിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികളെയും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും ഒക്കെ നമുക്ക് ലൈനിൽ കിട്ടാറുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹവുമായി ബന്ധപ്പെടാറുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, വളരെ ഹൃദയവേദനയോടുകൂടിയാണ് സുധാകരൻ ഇപ്പോഴും നിൽക്കുന്നത്. പാർട്ടിയുടെ രാവിലെ മുതൽ അദ്ദേഹത്തെ നിർത്തി എന്താ പറയാ ലിസ്റ്റ് വരുമെന്ന് പറയുന്നല്ലാതെ അദ്ദേഹത്തെ എവിടെയും അംഗീകരിച്ചതായി ഞങ്ങൾ കാണുന്നില്ല. ഇടക്കിടക്ക് നിങ്ങളെ പോലെയുള്ള പത്രക്കാർ പറയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷെ ഒരു സ്ഥലത്ത് പോലും അദ്ദേഹം സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് രേഖാമൂലം ഒരു അറിയിപ്പ് കിട്ടുന്നതുവരെ ആര് പറയുന്നത് അദ്ദേഹം വിശ്വസിക്കുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഏതായാലും ഒരു പ്രതീക്ഷയ്ക്ക് BJPക്ക് വകയുണ്ട്. സുധാകരൻ എന്ത് നിലപാടെടുത്താലും അത് BJPക്ക് അനുകൂലമായിരിക്കും കണ്ണൂരിൽ, അല്ലേ? തീർച്ചയായും. ഞങ്ങൾ ഇതുപോലെയുള്ള പ്രത്യേകിച്ചിട്ട് കോൺഗ്രസിനകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കണ്ണൂരിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സംഘടിത ശക്തി എന്നുള്ള രീതിയിൽ CPM-നകത്ത് പോലും 3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി സ്വതന്ത്രമായി സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ ആളുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനെതിരായി പോലും മത്സരിക്കുവാനും പോസ്റ്റർ ഒട്ടിക്കുവാനും തയ്യാറായ DCC ഭാരവാഹികളടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കണ്ണൂരിൽ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ BJPക്ക് അനുകൂലമായ ഒരു മാറ്റം കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. യെസ്, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അപ്പോൾ ആ ചർച്ചകൾ നടക്കുന്നു. അവിടെ BJPയും വലിയ പ്രതീക്ഷയിലാണ്. സുധാകരൻ അവരുടെ പാളയത്തിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ മറ്റൊരു മുന്നണി ഉണ്ടാക്കിയാലും അത് രാഷ്ട്രീയപരമായി തങ്ങൾക്കൊരു നേട്ടമാകും എന്നാണ് അവർ ഉറച്ച് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ നേതാക്കളുടെ ഭീഷണിയിൽ ഹൈക്കമാൻഡ് വഴങ്ങുന്നില്ല. പക്ഷേ മുമ്പൊക്കെ വഴങ്ങിയിട്ടുണ്ട്. എന്നാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തുടർ ഭരണം ലക്ഷ്യമിട്ടാണ് അവർ കളത്തിലിറങ്ങുന്നത്. LDF-നെ നേരിടാനുള്ള ഒരു നിർണായക തെരഞ്ഞെടുപ്പിലാണ്. തുടക്കത്തിലെ ഐക്യമില്ലായ്മ വന്നാൽ അത് വലിയ തോതിൽ ബാധിക്കും, അത് വിജയസാധ്യതകളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സുധാകരന് സീറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ കോന്നിയിൽ തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യം അടൂർ പ്രകാശ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തലവേദന പാർട്ടി എങ്ങനെ പരിഹരിക്കും എന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി കോന്നിയിൽ എന്ത് സംഭവിക്കും എന്ന് താൻ അറിയണ്ട, തന്നോട് ചോദിക്കേണ്ട എന്ന് പറയുന്നു അടൂർ പ്രകാശ്. അപ്പോൾ കോന്നിയിൽ എന്ത് സംഭവിക്കും എന്ന ഒരു ചിത്രം നമുക്കൊന്ന് നോക്കാം. കോന്നിയിലെ രാഷ്ട്രീയ സാഹചര്യം PCR ഒന്ന് എന്താണ് കോന്നിയിൽ ഇപ്പോഴും നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 2011 അവിടെ അടൂർ പ്രകാശിന് 65,724 വോട്ടാണ് കിട്ടുന്നത്. 16 ആകുമ്പോൾ അത് 72,800-ലധികം വോട്ടുകളിലേക്ക് വരുന്നു. അപ്പോൾ അടൂർ പ്രകാശ് 2006 ജയിച്ചുകൊണ്ട് 96 തന്നെ അടൂർ പ്രകാശ് അവിടെ പത്മരാജനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അവിടെ രാഷ്ട്രീയ രംഗത്ത് അടയാളപ്പെടുത്തുന്നു. 2006 VR ശിവരാജനെ പരാജയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ 2011 MS രാജേന്ദ്രനെ പരാജയപ്പെടുത്തുന്നു. BJPയുടെ അന്ന് ഹരീഷായിരുന്നു സ്ഥാനാർത്ഥി. 2016 സനൽകുമാറിനെ പരാജയപ്പെടുത്തുന്നു. അശോക് കുമാർ അന്ന് BJP സ്ഥാനാർത്ഥി. പക്ഷേ അടൂർ പ്രകാശ് അവിടെ നിന്ന് മാറിയതിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നില്ല. ജിനീഷ് കുമാർ അവിടെ വിജയിക്കുന്നു. ആ വിജയം വലിയ തോതിൽ ഒരു അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാം. പക്ഷേ അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ ജിനീഷ് കുമാറിനെതിരെ അടൂർ പ്രകാശിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന റോബിൻ പീറ്റർ മത്സരിക്കുന്നു. 62,318 വോട്ടുകൾ ആണ് ജിനീഷ് കുമാറിന് കിട്ടുന്നത്. അതേസമയം റോബിൻ പീറ്ററിന് 53,810 വോട്ടുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായ ഒരു 10,000-ൽ താഴെ വോട്ടുകളുടെ ഒരു പരാജയം എന്താണ് എന്ന കാര്യമാണ് ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു സുപ്രധാന വാർത്തയിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഇടുക്കിയിലെ പീരിമേട്ടിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ അവിടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഏലപ്പാറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജിത് ദിവാകരൻ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ നാളെ നോമിനേഷൻ സമർപ്പിക്കും എന്നതാണ്.
അപ്പോൾ അദ്ദേഹം നോമിനേഷൻ സമർപ്പിക്കും എന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ അവിടെ ഏലപ്പാറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിൻ്റെ നിലപാട് പക്ഷേ പൊതു കോൺഗ്രസ് അംഗീകരിക്കുമോ എന്നറിയില്ല. സിറിയക് തോമസിനെ അനുകൂലിക്കുന്നവരുടെ ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ട്. സലീം കുമാർ CPI സ്ഥാനാർത്ഥി എതിർപക്ഷത്തുമുണ്ട്. അപ്പോൾ അവിടെ ഈ പ്രതിഷേധം ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കൂടി വരേണ്ടത്. ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്ന ചില തമാശപരമായ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 2020 ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി നടി വീണ നായർക്ക് വോട്ടില്ല എന്ന ഒരു വിവരമാണ് പുറത്തു വന്നത്. ഇതോടുകൂടി ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായി. നേരത്തെ പെരുമ്പാവൂരിലെ 2020 സ്ഥാനാർത്ഥി നടി ലക്ഷ്മിപ്രിയയുടെ പേരും വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ലക്ഷ്മിപ്രിയയുടെ റോഡ് ഷോ അവിടെ റദ്ദാക്കുകയൊക്കെ ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രി ഭൂപതി രാജു ആണ് അവർക്ക് വേണ്ടി റോഡ് ഷോയിനൊക്കെ ഭൂപതി രാജു ശ്രീനിവാസ വർമ്മയാണ് അവിടെ എത്തിയത്, റോഡ് ഷോയിനും ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത്. പക്ഷേ അതൊന്നും നടന്നില്ല. സിനിമ, സീരിയൽ, റിയാലിറ്റി ഷോ താരങ്ങൾ കൂട്ടത്തോടെ സീറ്റ് നൽകി ആണ് ഈ 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. BJPയുടെ A ക്ലാസ് മണ്ഡലമായ തൃപ്പൂണിത്തറയിൽ സിനിമാ താരം അഞ്ജലി നായർ സ്ഥാനാർത്ഥിയായി. ഏറ്റുമാനൂരിൽ വീണ നായർ വന്നു. അങ്കമാലിയിൽ പ്രോമി കുര്യാക്കോസ് വന്നു. വൈപ്പിനിൽ നർത്തകിയും സംരംഭയുമായ അനിത തോമസ് വന്നു. അങ്ങനെ തൃക്കാക്കരയിൽ അഖിൽ മാരാർ സ്ഥാനാർത്ഥിയായി വന്നു. അതിനു പിന്നിലാണ് ഈ പല താരങ്ങൾക്കും സീറ്റില്ല, അവർക്ക് വോട്ടില്ല എന്ന തരത്തിലേക്ക് വരുന്ന, അതിനെ തുടർന്ന് അവർക്ക് സീറ്റില്ല, പുതിയ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ട സാഹചര്യം അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലേക്ക് ജിബി പാത്തിക്കലിനെ പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും തനിക്കും ഇപ്പോൾ കേരളത്തിൽ വോട്ടില്ല എന്ന് PS ശ്രീധരൻ പിള്ളയും പറയുകയാണ്. അപ്പോൾ പല ആളുകളും ഈ വോട്ട് അവരുടെ ഇതിൽ ചേർക്കുന്നതിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയിരുന്നില്ല. PS ശ്രീധരൻ പിള്ളയ്ക്ക് എന്താണ് പറ്റിയതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വോട്ട് ഉള്ളത് ഗോവയിലാണ്. അത് മാറ്റാൻ വേണ്ടി ഞാൻ ഓർഡിനറി ആയിട്ട് അപേക്ഷ കൊടുത്തു. ചിലപ്പോൾ എത്തിയ ഇലക്ഷൻ മുമ്പായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്ന ആളായിരിക്കാം. ഒരു സ്ഥാനാർത്ഥിയാകണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടല്ലേ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പം വാസ്തവത്തിൽ സത്യത്തോട് ഇത്രയും ക്രൂരമായ സമീപനം സ്വീകരിച്ചത് ദൗർഭാഗ്യകരമായി ഇപ്പം എൻ്റെ ആ വേദന കാലിക്കലിലെ മാധ്യമ സുഹൃത്തുക്കളിൽ തന്നെ അറിയാം. വളരെ സുപ്രധാനമായ ഒരു വാർത്ത എനിക്കിപ്പോൾ കിട്ടുന്നു. ബൈജു എന്നോടൊപ്പം ചേരുന്നു. ബൈജു, കണ്ണൂരിൽ സ്വതന്ത്രനായി സുധാകരൻ മത്സരിക്കുമെന്ന വിവരങ്ങളാണോ പുറത്തു വരുന്നത്? അപ്പോൾ KS സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. തനിക്ക് നിലയും വിലയുമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് സുധാകരൻ മാറിയിരുന്നു. തനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കൊരു സീറ്റ് വേണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരു മുൻ KPCC പ്രസിഡന്റിനുണ്ടായ ഒരു ദുരവസ്ഥയാണിത്. സീറ്റിന് വേണ്ടി അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന ഒരു പ്രതികരണം അവിടെ വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പട്ടികയിൽ പേരില്ലെന്നാണോ, അതോ കോൺഗ്രസ് അദ്ദേഹത്തിന് ഏത് നിലപാടിൽ എന്ത് അംഗീകാരം നൽകും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ അവിടെ വരികയാണ്. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നു. KB ബൈജുവിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. KB ബൈജു, സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം സുധാകരൻ എന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാനമായ ഒരു നേതാവാണ്. ബൈജു, സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു. KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അന്ന് സംഘടനാ കോൺഗ്രസിൻ്റെ ഭാഗമായി പിന്നീട് എടക്കാട് തൻ്റെ ആദ്യ അരങ്ങേറ്റം കുറിച്ചു. പരാജയപ്പെട്ടിരിക്കാം യുമിനോട്, പക്ഷേ പിന്നീട് തലശ്ശേരിയിൽ കൊടിയേരിയെ നേരിട്ട് ഒടുവിൽ എടക്കാടിൽ ഭരതനോട് ഏറ്റുമുട്ടി നിയമ പോരാട്ടം നടത്തി വന്ന സുധാകരനെ കണ്ണൂരുകാർക്കറിയാം. ബൈജു, ഏറ്റവും ഒടുവിൽ എനിക്ക് നൽകാൻ കഴിയുന്ന സുപ്രധാനമായ വാർത്ത എന്താണ്? സുധാകരൻ എങ്ങനെ മത്സരിക്കും? സുധാകരൻ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. നാളെ
അദ്ദേഹം പ്രചരണത്തിനായി ഇറങ്ങും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ എന്ന് സ്വതന്ത്രനായി മത്സരിക്കുമ്പോഴത് എന്ത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾക്ക് ആലോചിക്കേണ്ടി. യെസ്, കിരൺ ബാബു എന്നോടൊപ്പം ചേരുന്നു. കിരൺ ബാബു, 1980 ഇടക്കാട് മണ്ഡലത്തിൽ അവിടെ ജനതാ പാർട്ടി നേതാവായി സുധാകരൻ വരുന്നത്. PPP മൂസയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ അന്ന് അദ്ദേഹം നേരിടുന്നത്. അങ്ങ് അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് ഇന്ന് അവസാനം വീണ്ടും അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഒക്കെ സുധാകരനെ പരിഗണിക്കുമെന്ന മട്ടിലുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ഈ സമയം വരെയും തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ ഹൈക്കമാൻഡ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. സുധാകരൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. സുധാകരൻ സമ്മർദ്ദ തന്ത്രം ശക്തമാക്കുന്നതിന്റെ ഫലമായി താൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണ് എന്ന് സുധാകരന്റെ അനുയായികളാകെ ആ തീരുമാനം അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പരമാവധി മണ്ഡലങ്ങളിൽ ആളുകളെ മത്സരിപ്പിക്കുക എന്നുള്ള നീക്കവുമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥി ലഭിക്കാത്ത ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുധാകര അനുകൂലികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മത്സരം സൃഷ്ടിക്കുക, സ്വാഭാവികമായും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ സുധാകരൻ നടത്താൻ പോകുന്നത്. സമ്മർദ്ദം ശക്തമാക്കുക എന്ന് തന്നെയാണ് സുധാകരന്റെ നയം. ഇനി ഇതിനോട് എങ്ങനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കുന്നതെന്നാണ് അറിയേണ്ടത്. എന്തായാലും കോൺഗ്രസിനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടിടുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ. തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഔദ്യോഗികമായി. കിരൺ, ഇതിൽ ഒരു സുപ്രധാനമായ ഒരു ഘടകമുണ്ടല്ലോ. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകരുത് എന്നാഗ്രഹിക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് കെ സുധാകരൻ എന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസ് നേതാവ് AK ആന്റണി പറയുന്നു സുധാകരൻ അത് ആഗ്രഹിക്കുന്നു, മുഖ്യമന്ത്രി ആകാൻ ഇനി പിണറായി വിജയൻ്റെ അവസരം കൊടുത്തുകൂടാൻ. അങ്ങനെ ഇതുപോലെ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ഇങ്ങനെ ഒരു നിലപാട് മാറ്റം വരുത്തിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഒരു കടുങ്കയിലേക്ക് നീങ്ങിയാൽ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കില്ലേ കിരൺ? ഇത് യഥാർത്ഥത്തിൽ മനു പറഞ്ഞതുപോലെ തന്നെ സുധാകരന്റെ ഒന്നാമത്തെ ലക്ഷ്യം പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില ഘട്ടത്തിലൊക്കെ ചില തീരുമാനമെടുക്കുമ്പോൾ അത് ആത്മഹത്യാപരമായ തീരുമാനങ്ങളിലേക്കടക്കം വൈകാര്യമായി എടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കെ സുധാകരന്റെ പ്രായം, അദ്ദേഹത്തിന്റെ അനുയായികളുടെ സമ്മർദ്ദമൊക്കെ വളരെ ശക്തമാണ്. അദ്ദേഹം അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു കേരള നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ അനുയായികളും അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സുധാകരൻ അങ്ങനെ ഒരു മറിച്ചു തീരുമാനമെടുക്കില്ല. പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രി ആവരുത് എന്നുള്ള സ്വന്തം ഏറ്റവും വലിയ ലക്ഷ്യം മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ഒരു മത്സരം കെ സുധാകരൻ മത്സരിച്ചാൽ ഇവിടെ മറ്റൊരു നീക്കം കൂടി കിരൺ ശ്രദ്ധിച്ചു കാണും. നേരത്തെ സി രഘുനാഥ് പറയുന്നു നിരന്തരം സുധാകരനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഫോണിൽ വിളിക്കുന്നു, അദ്ദേഹത്തിന്റെ അനുയായികളുമായി സംസാരിക്കുന്നു. ഒന്നും കാണാതെ എടുത്തു ചാടുകയല്ല കേട്ടോ സുധാകരൻ. അദ്ദേഹത്തിന് മറ്റെന്തൊക്കെയോ പിന്തുണകൾ കിട്ടിയിട്ടുണ്ട്. BJP-യിലേക്ക് നേരിട്ട് പോകില്ലായിരിക്കാം, സ്വതന്ത്രനായി മത്സരിക്കാമായിരിക്കാം, പക്ഷേ ഒരു തുറന്ന പിന്തുണ BJP-യുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് വന്നേക്കാം എന്ന സൂചന അവിടെ നൽകുന്നുണ്ട്. നിരന്തരം സി രഘുനാഥ് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഇന്ന് രാവിലെ തൊട്ട് സംസാരിച്ചു പലവട്ടം എന്നാണ് നമ്മളോട് അല്പം മുമ്പ് പറയുന്നത്. മനു, പക്ഷേ അപ്പോഴും മനു ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി അവിടെ നിൽക്കുകയാണ്. എന്താണ് കെ സുധാകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? കേരളത്തിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിറക്കുക, കേരളത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇല്ലാതെയാക്കുക. ഇത് തന്നെയാണ് സുധാകരനെ സംബന്ധിച്ച് വ്യക്തിപരമായും രാഷ്ട്രീയവും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ സുധാകരൻ ചെയ്യുന്നത് സ്വന്തം സ്ഥാനാർത്ഥ്യം ലഭിക്കാതിരുന്നപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളെയും കോൺഗ്രസിലെ അസംതൃപ്തരെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരെല്ലാം മത്സരരംഗത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കിരണിലേക്ക് ഒരു മിനിറ്റ് തിരിച്ചു വരാം. KV ബൈജു കൂടി എന്നോടൊപ്പം ചേർന്നു. ബൈജു, എന്താണ് ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രം? കെ സുധാകരൻ ഒറ്റയ്ക്ക് മാറി, അല്ലെങ്കിൽ ഒരു കൂട്ടായി അവർ പലയിടത്ത് അസംതൃപ്തരെ കൂട്ടി മത്സരിക്കുന്നു കിരൺ സൂചിപ്പിച്ചല്ലോ. അതുപോലെ നീങ്ങിയാൽ എന്ത് സംഭവിക്കും ബൈജു? മനോപരത്ത് വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരൻ മത്സരിക്കുന്നു. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം ദില്ലിയിൽ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ണൂരിലേക്ക് പുറപ്പെടും. നാളെ മുതൽ പ്രചരണം ആരംഭിക്കുമെന്ന ഒരു വിവരമാണ് സുധാകരനോട് അടുത്ത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിച്ചത്. അതായത് കേരളത്തിൽ 15 സീറ്റുകളിൽ സുധാകരന്റെ ആളുകൾ മത്സരിക്കും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. അതായത് ഇനി ഒരു വിട്ടുവീഴ്ചക്കുമില്ല. കാരണം ഉച്ചയ്ക്കൊരു വാർത്താ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചതായിരുന്നു. പക്ഷേ അത് സുധാകരന് സീറ്റ് നൽകി എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചരണം വന്നതോടുകൂടി അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. പക്ഷേ
ഈ രേഖാമൂലമുള്ള ഒരു ഉറപ്പും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. പടക്കം പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കണ്ണൂരിൽ അത്രത്തോളം വലിയ സന്തോഷം സുധാകരൻ അനുകൂലികൾ പ്രകടിപ്പിക്കുന്നത് കണ്ടതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനവുമായില്ല എന്ന് പല നേതാക്കളും ആവർത്തിച്ച് പ്രസ്താവന വന്നതോടെ സുധാകരൻ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നു. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ ആ വിവരം ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിൽ കൂടി അറിയിക്കും. രാത്രി 12 മണിയോടുകൂടി സുധാകരൻ കണ്ണൂരിലെത്തുന്നു. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീക്കാനാണ് തീരുമാനിച്ചത്. തളിപ്പറമ്പിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. മനു. യെസ്, അപ്പോൾ കിരൺ, ഇത് ബൈജു സൂചിപ്പിക്കുന്ന ഒരു വളരെ സുപ്രധാനമായ കാര്യമാണ്. കണ്ണൂരിൽ മാത്രമല്ല കേട്ടോ, തളിപ്പറമ്പിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. അങ്ങനെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നാണ്. കണ്ണൂർ മണ്ഡലത്തിൻ്റെ കണക്ക് കിരണിനറിയാം. 1745 വോട്ടുകൾക്കാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ കഴിഞ്ഞ തവണ ജയിച്ചത്. സതീശൻ പാച്ചേനി ടോപ്പ് ഫൈറ്ററാണ്. ഉൾവലികൾ ഉണ്ടായിരുന്നു. കിരണും ഞാനുമൊക്കെ അവിടെ തെരഞ്ഞെടുപ്പ് ഘട്ടം റിപ്പോർട്ട് ചെയ്യാൻ പോയവരാണ്. ഉൾവലികൾ ഉണ്ടായിരുന്നു, അടിവലികൾ ഉണ്ടായിരുന്നു. സതീശൻ പാച്ചേനെ തോൽപ്പിക്കാനൊക്കെ ഉള്ള പണികളൊക്കെ പല ഭാഗത്തും നടന്നെങ്കിലും സതീശൻ പാച്ചേനിക്ക് 58. അപ്പം നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെയാണ് സുധാകരൻ ഒരു സ്വതന്ത്രനായി എത്തുന്നത്. ഇങ്ങനെ സുധാകരൻ എത്തുമ്പോൾ ഒരു പക്ഷേ BJP വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചേക്കാം. അതാണ് എനിക്ക് C. രഘുനാഥിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തളിപ്പറമ്പിലും അദ്ദേഹം മറ്റൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ മൊത്തം തളിപ്പറമ്പിൽ വിമതർമാർ 2 വശത്തു നിന്നും വരികയാണ്. അതേസമയം കണ്ണൂരിൽ ഈ മാറ്റം എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് ഭയക്കേണ്ടത് കോൺഗ്രസിന്? ഇത് ശരിക്കും ഭയക്കേണ്ടത് കോൺഗ്രസിന് തന്നെയാണ്. സുധാകരനോ അല്ലെങ്കിൽ സുധാകരൻ മത്സരിക്കുന്ന ആളുകൾക്കോ കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയം എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് എന്ന് തന്നെ പറയാം. അത് ചിലപ്പോൾ അല്ലെങ്കിൽ അത്യത്ഭുതം സംഭവിക്കണം. തെരഞ്ഞെടുപ്പിൽ നമുക്കൊന്നും പൂർണ്ണമായും പറയാൻ കഴിയില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തായാലും കെ സുധാകരനോ അല്ലെങ്കിൽ കെ സുധാകരൻ വെക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളോ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്വതന്ത്രരായി നിന്ന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അവർ വിജയം തടയുന്നത് പൂർണ്ണമായും കോൺഗ്രസിന്റെ വിജയത്തെ ആയിരിക്കും, അല്ലെങ്കിൽ UDFന്റെ വിജയത്തെ ആയിരിക്കും അവർ പ്രധാനമായും തടയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ അടക്കം ഒരു പരോക്ഷമായ പിന്തുണ കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നൽകിയാൽ സ്വാഭാവികമായും കെ സുധാകരൻ അത് സ്വീകരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഒരു പാർട്ടി ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് പിന്തുണയ്ക്കുന്നു. BJPക്കും അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നേട്ടമാണ്. കാരണം BJPക്ക് കെ സുധാകരനെ പോലെ ഒരു നേതാവിനെ സ്വന്തം പക്ഷത്തേക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനും CPMനും എതിരായി ലഭിക്കുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അതൊരു വലിയ ക്യാച്ചാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ കെ സുധാകരൻ പിൻഗാമി എന്നോ അല്ലെങ്കിൽ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലാണെങ്കിലും കൂടുതൽ BJPയെ പുകഴ്ത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. സുധാകരന്റെ കയ്യിൽ നിന്ന് പലപ്പോഴും BJP അനുകൂല പ്രസ്താവനകൾ വന്നുവെന്ന വിമർശനവുമുണ്ട്. സുധാകരൻ കൂടുതൽ BJPയെ അനുകൂലിക്കുന്ന നിലപാടുകളിലേക്ക് നീങ്ങേണ്ടി വരുമോ ഈ രാഷ്ട്രീയ സാഹചര്യം? അങ്ങനെ കൊണ്ടെത്തിക്കുമോ അവിടേക്ക്? അതുതന്നെയാണ് കെ സുധാകരനെ സംബന്ധിച്ച് നേട്ടമാകുന്നതും കോട്ടമാകുന്നതും. സുധാകരനെ സംബന്ധിച്ച് സുധാകരന്റെ അനുയായികളുടെ ഏറ്റവും വലിയ സുധാകരനുള്ള വിശ്വാസം എന്ന് പറയുന്നത് സുധാകരൻ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന, CPMനെ നേരിട്ടുകൊണ്ട് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു നേതാവാണ്. പല ഘട്ടത്തിലും BJPയും RSSലേക്കും സുധാകരൻ പോകുന്നു. സുധാകരൻ സംഘപരിവാറുകാരനാണ് എന്നുള്ള പ്രചരണങ്ങളൊക്കെ വരുമ്പോഴും സംഘപരിവാറിനെതിരെയും ശക്തമായ നിലപാട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചില വാചകങ്ങളും ചില പ്രസ്താവനകളും ഒക്കെ പണ്ട് RSS ചായയ്ക്ക് താൻ കാവൽ നിന്നിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസിന്റെ നായകൻ എന്നുള്ള പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം അതിശക്തമായ രീതിയിൽ പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ CPMനെ നേരിടുന്നു എന്നുള്ളതാണ്. അണികൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസവും അതുതന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ അദ്ദേഹം ഒരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധ്യായം ഏറെക്കുറെ അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം കോൺഗ്രസിൽ നിന്ന് പോയാൽ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. MP സ്ഥാനമടക്കം തുലാസിലാവും. അല്ലെങ്കിൽ MP സ്ഥാനം വേണമെങ്കിൽ അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ അതിൽ പിന്നീട് അത് അയോഗ്യതയിലേക്ക് നീങ്ങുന്ന ഘട്ടമൊക്കെ പലപ്പോഴും ഉണ്ടാവാം. അല്ലെങ്കിൽ അത് സമർത്ഥമായി വേണമെങ്കിൽ തിരിച്ച് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യാം. എന്തായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു നീക്കമാണെങ്കിൽ എത്രത്തോളം പിന്തുണ അദ്ദേഹത്തിന് അനുയായികൾ എത്ര പേർ അദ്ദേഹത്തിനൊപ്പം നിൽക്കും? അവരൊക്കെ മറിച്ചു ചിന്തിക്കില്ലേ? ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വലിയ പ്രവർത്തനം നടത്തുമ്പോൾ അതിന് CPMനെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സഹായിക്കുന്ന രീതിയിൽ ഒരു നിലപാട് കെ സുധാകരൻ നിന്നുണ്ടായാൽ, കെ സുധാകരൻ ഇത്രയും കാലമുള്ള അസ്തിത്വം എന്ന് പറയുന്നത് കടുത്ത CPM വിരോധം, കടുത്ത പിണറായി വിരോധം എന്നുള്ളതാണ്. ആ അസ്തിത്വത്തിന് മേൽ തന്നെയായിരിക്കും പ്രധാന ചോദ്യങ്ങൾ ഉയരുക. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് അവസാന തീരുമാനമെടുക്കാൻ കെ സുധാകരൻ മടിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര കാലവും അങ്ങനെ തീരുമാനം എടുക്കാതിരുന്നത്. പക്ഷേ ഇത്ര കാലവും നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ല അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രായം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അദ്ദേഹം വൈകാരികമായി തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അത്തരം തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് നമുക്ക് ഇപ്പോഴും പറയാനും കഴിയില്ല.
യെസ്, അപ്പോൾ കെ വി ബൈജു കൂടി എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. ബൈജു കാസർഗോഡ് വളരെ സൂക്ഷ്മമായി രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയല്ലോ. അവിടെ കെ സുധാകരൻ ഇമ്പാക്റ്റ് എത്രയുണ്ടാകും? ഇപ്പോൾ തളിപ്പറമ്പ് എന്ന് പറയുന്നത്, തളിപ്പറമ്പ് കഴിഞ്ഞാൽ പിന്നെ പയ്യന്നൂർ കടന്നാൽ കാസർഗോഡിലേക്ക് എത്തുകയായി. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഇമ്പാക്റ്റ് തളിപ്പറമ്പിൽ കെ സുധാകരൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു, കണ്ണൂരിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ, തലശ്ശേരി അങ്ങനെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ എന്ത് മാറ്റം അതിന് ഉണ്ടാക്കുമെന്നാണ് ബൈജു കരുതുന്നത്? മനുഭരത്ത്, അതായത് ഉദുമ നിയോജക മണ്ഡലത്തിൽ സുധാകരൻ വലിയ 4000-ഓളം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് കാസർഗോഡും യഥാർത്ഥത്തിൽ കണ്ണൂരിന് സമാനമായ സുധാകരനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളിൽ നിന്നാണ് സാധാരണ നമുക്ക് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം കണ്ണൂരിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാവുക പേരാവൂറാണ്. സണ്ണി ജോസഫ്, സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല എന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിനുകളാണ് നമ്മൾ കണ്ണൂരിൽ കാണാൻ സാധിച്ചത്. മാത്രമല്ല പേരാവൂര് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സ്ഥാനാർത്ഥി കുറെ കൂടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ്. കെ ശൈലജയാണ് വരുന്നത് പേരാവൂർ മത്സരിക്കാൻ. ഒരു തവണ മണ്ഡലം പുനഃക്രമീകരണത്തിന് മുന്നേ ജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പിന്നെ മണ്ഡലം മാറി 2013 അതോടുകൂടി ഒരു പക്ഷേ വോട്ടിൻ്റെ ഒരു ഇത് കുറവുണ്ടായിരിക്കാം. പക്ഷേ ഈ കുറ്റ്യാനിമറ്റത്തെ പോലെയല്ല, കെ ശൈലജ വരുമ്പോൾ അത് കുറെ കൂടെ ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും അല്ലേ? മനുഭരത്ത്, എതിരാളി കരുത്ത് മാത്രമല്ല, ഈ സുധാകരന്റെ വിഷയത്തിൽ വലിയ തോതിൽ സണ്ണി ജോസഫിന് എതിരെ സുധാകരന്റെ അനുകൂലികൾ രംഗത്ത് വരുന്ന സാഹചര്യം. ഫ്ലക്സ് ബോർഡുകൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് പേരാവൂർ മണ്ഡലത്തിലാണെന്ന് ഓർക്കണം. മാത്രമല്ല പേരാവൂർ മണ്ഡലത്തിലുള്ള ആളുകളാണ് കൂടുതലായും ഇന്ന് DCC ഓഫീസ് പരിസരത്തും ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കാനും ഈ വാർത്ത, അതായത് സുധാകരൻ മത്സരിക്കുന്നു എന്ന വിവരം വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ എത്തിയത്. അത് മാത്രമല്ല പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്താനും മുന്നിലുണ്ടായത് ഈ ഭാഗങ്ങളിലുള്ളവരാണ്. എന്തായാലും ഈ കാര്യത്തിൽ സുധാകരൻ അല്പസമയത്തിനകം മനസ്സ് തുറക്കും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഒരു നാടകീയത, അതായത് സീറ്റ് ലഭിക്കും, സീറ്റ് നൽകി എന്ന തരത്തിലൊക്കെ വലിയ തോതിൽ പ്രചരണം, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തിൽ വലിയ തർക്കമുണ്ടായത് സുധാകരന് സീറ്റ് നൽകരുതെന്ന് പറഞ്ഞാണ്. അങ്ങനെയും ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഒക്കെ നമ്മൾ ഇന്ന് കണ്ടു. അതിനെല്ലാം ഒടുവിൽ സുധാകരൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. സുധാകരൻ മനസ്സ് തുറക്കാൻ പോകുന്നു. സുധാകരന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്കേക്ക് തടയാൻ സാധിച്ചെങ്കിലും സുധാകരൻ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഉടൻ തന്നെ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. രാത്രിയോടുകൂടി തന്നെ കണ്ണൂരിലേക്ക് എത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബൈജു, അതാണ് കിരൺ ബൈജു പറഞ്ഞ ആ വിഷയം ആണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. പേരാവൂരിൽ KPCC അധ്യക്ഷനാണ് മത്സരിക്കുന്നത്. പേരാവൂരിൽ എന്ത് തിരിച്ചടി ഉണ്ടായാലും അത് കോൺഗ്രസിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു മണ്ഡലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് കെ സുധാകരന് നിർണായകമായ ഒരു കരുത്തുള്ളത്. സ്വാഭാവികമായും അവിടെ CPM-നും കുറേയൊക്കെ ബിനോയ് കുര്യനായാലും അങ്ങനെയുള്ള നേതാക്കൾക്കൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അവരൊക്കെ അത് പ്രകടിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടേക്കാണ് കെ ശൈലജ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇത് വലിയ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF എന്നൊക്കെ VD സതീശൻ പറഞ്ഞ് എത്തിയെടുത്ത് നിന്ന് ഇപ്പോൾ അതിലെ ഒരു പ്രധാന ആൾ മാറി നിൽക്കുന്നു എന്ന് വരുമ്പോൾ അത് കനത്ത തിരിച്ചടിയിലേക്ക് വരും എന്ന് ഭയപ്പെടേണ്ടതുണ്ടോ കോൺഗ്രസിന്? മനു, സ്വാഭാവികമായും അത്തരം ഒരു തിരിച്ചടിയിലേക്ക് കോൺഗ്രസ് ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. കെ സുധാകരനെ പോലെ ഒരു നേതാവ് ഈ സമയത്ത് പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ അത് ഒന്നാമതുണ്ടാകുന്ന തിരിച്ചടി അടുത്ത് വരുന്ന ഒരു മിനിമം 3 4 അല്ലെങ്കിൽ 5 ദിവസം വരെയെങ്കിലും ഈ വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവും. കോൺഗ്രസിന് പ്രധാനമായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി സർക്കാരിനെ ആക്രമിച്ച് മുന്നേറേണ്ട ഒരു സമയത്ത് 5 ദിവസം നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ, ഇനി 20 ദിവസം ഉള്ളിടത്ത് 5 ദിവസം നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ അത് വലുതാണ്. ആ 5 എന്നുള്ളത് സുധാകരൻ വിചാരിച്ചാൽ ചിലപ്പോൾ അത് 6 7 8 ഒക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ചിലപ്പോൾ കഴിഞ്ഞേക്കും. എന്തായാലും ഒരു കുറഞ്ഞത് 5 ദിവസത്തേക്ക് വാർത്തയാകാനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിനുള്ള കണ്ടന്റ് എന്തായാലും സ്വാഭാവികമായും കെ സുധാകരന്റെ പക്കലുണ്ട്. ആ കെ സുധാകരനെ വാർത്തയാക്കും. അത് കോൺഗ്രസ് രക്ഷിക്കുന്ന പ്രതിരോധം. മറ്റൊന്ന് മനു സൂചിപ്പിച്ചതാണ്, കണ്ണൂരിൽ എവിടെയെങ്കിലും സുധാകരനോ അല്ലെങ്കിൽ സുധാകരൻ നിർത്തുന്ന അനുയായികളോ, ഏതെങ്കിലും സുധാകരന്റെ അനുയായികളോ അല്ലെങ്കിൽ റിബലായി നിൽക്കുന്നവരോ ഇപ്പോൾ അസംതൃപ്തരായി നിൽക്കുന്നവരോ ഒക്കെ മത്സരിപ്പിച്ചാൽ അവരാരും ജയിക്കുമെന്നൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല. ഇനി അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. പക്ഷേ അവർ പിടിക്കുന്ന വോട്ട് കോൺഗ്രസിന്റെ വോട്ടായിരിക്കും. അവർ കോൺഗ്രസിന്റെ വോട്ട്
പിടിച്ചാൽ സ്വാഭാവികമായും അവിടെ വിജയിക്കുന്നത് LDF ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട മണ്ഡലം പേരാവൂരാണ്. പേരാവൂരിനെ സംബന്ധിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സരിക്കുന്നതിന് എതിരാളിയായി നിൽക്കുന്നത് KK ശൈലജയാണ്. KK ശൈലജ സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിക്കാൻ CPM-ന് കഴിയുന്നതിൽ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ്. ഒരു തവണ പേരാവൂരിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത ഒരു ഹിസ്റ്ററി കൂടി KK ശൈലജയ്ക്കുണ്ട്. അന്നത്തെ ഒരു KK ശൈലജ അല്ല ഇപ്പോഴത്തെ KK ശൈലജ എന്ന് ആലോചിക്കണം. അന്ന് ഒരു സാധാരണ MLA മാത്രമായിരുന്ന CPM നേതാവ് മാത്രമായിരുന്ന ഒരാളായിരുന്നെങ്കിൽ പിന്നീട് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ സ്വന്തം നിലയിൽ ഉണ്ടാക്കിയ വലിയ പ്രതിച്ഛായുണ്ട്. അവർക്ക് മതേതര ചേരിയിൽ ഉണ്ടായ വലിയ സ്വാധീനമുണ്ട്. മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ വേലിക്കെട്ടുകൾ മറികടന്ന് വോട്ട് പിടിക്കാനുള്ള അവരുടെ ശേഷിയും ഒക്കെ ഉണ്ട്. ഒന്നും സുധാകരൻ ഉണ്ട് എങ്കിൽ തന്നെയും പേരാവൂരിൽ കടുത്ത മത്സരത്തിൽ തന്നെയാവും സണ്ണി ജോസഫ് നേരിടേണ്ടി വരിക. കടുത്ത മത്സരത്തിലൂടെ അല്ലാതെ അവിടെ ആരുടെയെങ്കിലും ഒരു വിജയം നമുക്ക് ഉറപ്പാക്കാൻ ഒരിക്കലും കഴിയുന്ന ഒരു മണ്ഡലമല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കൾ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ നേരെ വോട്ട് സണ്ണി ജോസഫിന് കിട്ടേണ്ട വോട്ട് മറിക്കുക. ഒന്നുകിൽ അത് KK ശൈലജയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൊടുക്കുക എന്നുള്ളതാണ്. അത് സണ്ണി ജോസഫിനെ ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല, കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിനായാലും ലീഗായാലും വിജയം പ്രതീക്ഷിക്കുന്ന പല മണ്ഡലങ്ങളിലും ഇത് തിരിച്ചടി ഉണ്ടാക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ സംസ്ഥാനത്ത് ആകെ ഉണ്ടാക്കുന്ന തിരിച്ചടി ചിലപ്പോൾ ഈ 5 ദിവസം കഴിഞ്ഞാൽ മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞേക്കും. പക്ഷേ കണ്ണൂരിൽ K സുധാകരൻ ഉണ്ടാക്കുന്ന തിരിച്ചടി എത്രത്തോളം മറികടക്കാൻ കഴിയുമെന്നുള്ളത് കണ്ണൂരിലെ. പക്ഷേ അതിനപ്പുറത്തേക്ക് കിരൺ, ഇതിൽ വേറൊരു വിഷയമുണ്ട്. വോട്ട് കിട്ടാത്ത അസംതൃപ്തരൊക്കെ സുധാകരനൊപ്പം അല്ലെങ്കിൽ സുധാകരന് ചുറ്റും അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അവിടെ ഉണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് സീറ്റില്ല. ദീപ്തി മേരി വർഗീസിന് നിരാശയുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ പല ആളുകളും തങ്ങൾക്ക് സീറ്റില്ല എന്നത് വലിയ പ്രതിഷേധമായി എടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പീരിമേട് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ മത്സരിച്ചേക്കാം എന്ന് പറഞ്ഞ് നാളെ അവിടെ പ്രഖ്യാപനം നടത്തും എന്നൊക്കെ അവകാശപ്പെടുന്നു. അങ്ങനെ പലയിടങ്ങളിലും ഈ അസംതൃപ്തിയുണ്ട്. ഈ അസംതൃപ്തരെ കൂടുതൽ കരുത്തുറ്റവരാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കാൻ, അവരെ കൂടുതൽ ഈ വിമത നീക്കങ്ങൾക്ക് ശക്തരാക്കാൻ സുധാകരൻ്റെ ഈ ഒറ്റ നിലപാട് സഹായിക്കും. അത് കേരളത്തിലുടനീളം എന്ത് മാറ്റമുണ്ടാക്കുമെന്നാണ്, എത്ര വലിയ മാറ്റമുണ്ടാക്കും എന്നതാണ് കിരൺ കരുതുന്നത്. മനു, K സുധാകരനെ പോലുള്ള നേതാവിൻ്റെ അണികൾ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക തരത്തിലുള്ള അണികൾ, അദ്ദേഹത്തിന് സ്ഥിരമായി ഉള്ള ആളുകളൊക്കെയാണ്. K സുധാകരൻ മത്സരിക്കുന്ന കരുതി ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ ദീപ്തി മേരി വർഗീസിനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളാരും അങ്ങനെ ഒരു പാർട്ടി വിട്ട് K സുധാകരനൊപ്പം നിന്ന് ബദൽ മത്സരിച്ചേക്കാം, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രധാനപ്പെട്ട നേതാക്കളാരും തയ്യാറാവാൻ വഴിയില്ല. പക്ഷേ ഈ പ്രാദേശികമായി പല സ്ഥലത്തും മത്സരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന, എന്നാൽ ആ പാർട്ടി മത്സരരംഗത്ത് എവിടെയും പരിഗണിക്കാത്ത ചിലരൊക്കെ ഉണ്ട്. അവർ സ്വയം ചിന്തിക്കുകയാണ് എനിക്ക് അവിടെ മത്സരിക്കാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ യോഗ്യനാണെന്നൊക്കെ ചിന്തിച്ച് രണ്ടും കൽപ്പിച്ച് മത്സരത്തിന് ഇറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ചിലപ്പോൾ K സുധാകരൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നു എന്നുള്ള മട്ടിലേക്ക് അവർക്ക് ഒരു അത്താണിയായി K സുധാകരനെ കണ്ട് അവർ അതിന് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും കാലത്തിന് മടങ്ങി വരികയാണെങ്കിൽ മടങ്ങി വരാനുള്ള ഒരു ചാൻസ് കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട നേതാവിനൊപ്പം നിൽക്കുന്നത്. ആ നേതാവിനെ മടക്കിയെടുക്കുകയാണെങ്കിൽ തങ്ങളെയും മടക്കിയെടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയൊക്കെ ആ സമയത്ത് വെക്കാനൊക്കെ കഴിയും. അത്തരം ഒരു മുൻകരുതൽ എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ഏതെങ്കിലും നിലവിൽ ഐയുടെയോ എയുടെയോ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾ, സുധാകരനൊപ്പം നിൽക്കാത്ത നേതാക്കൾ ആരെങ്കിലും സുധാകരൻ്റെ ഇപ്പോഴത്തെ ഒരു വാക്ക് വിശ്വസിച്ചുകൊണ്ട് സുധാകരനൊപ്പം നിന്ന് മത്സരിച്ചേക്കാം എന്ന് അങ്ങനെ ചാടിക്കാനുള്ള സാധ്യത കാണാൻ കഴിയില്ല. യെസ്, ബൈജു ഇതിൽ മറ്റൊരു പ്രധാന വിഷയം അവിടെ ഉയരുന്നത്, ഇത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടൊരു തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുന്നില്ല. ഇനിയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു സുപ്രധാനമായ സംസ്ഥാനമാണ്. സുധാകരൻ മാറുന്നു എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ, കാസർഗോഡ് 2 മണ്ഡലങ്ങളിൽ എന്ത് പ്രതിഫലനമുണ്ടാക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ ഒക്കെ അവിടെ നിൽക്കണം. ഇതൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഒരു തരത്തിലും ബാധിച്ചില്ലേ? അല്ലെങ്കിൽ ഇനി സുധാകരൻ ഇത് തുറന്നു പറഞ്ഞ് പോരിനിറങ്ങുമ്പോൾ കൂടുതൽ അനുനയത്തിൻ്റെ വഴികളുമായി അവർ വരും എന്നെന്തെങ്കിലും പ്രതീക്ഷ K സുധാകരനുണ്ടോ? ഇല്ല മനു ഭരത്, അത് ഉച്ചവരെ ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിരിക്കുന്നത് വേണം പറയാൻ. കാരണം VD സതീശൻ ഇതിൽ ഉറച്ച നിലപാടെടുത്തു. അതായത് പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന തരത്തിൽ, അതായത് സുധാകരന് സീറ്റ് നൽകുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കുന്ന രീതിയിലുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് VD സതീശൻ പോയി എന്നതാണ്. അങ്ങനെയാണ് അത് ഏറ്റവും അവസാനമായി സുധാകരനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ആരാണ് സുധാകരന് എതിര് നിൽക്കുന്നതെന്നാണ് ഒരു ചോദ്യം ഉയരുന്നത്. അത് സണ്ണി ജോസഫാണോ അതോ VD സതീശൻ നേരിട്ടാണോ? ഉണ്ണിത്താൻ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു.
MP-മാർ മത്സരിക്കേണ്ട എന്ന് അദ്ദേഹം ആവർത്തിച്ച് ഇന്നും അത് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ തൊട്ടടുത്ത് കിടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിലെ MP-യും സുധാകരൻ മത്സരിക്കുന്നതിന് എതിരായിരുന്നു. അതോടൊപ്പം സണ്ണി ജോസഫ് ഈ കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പേരാവൂരിൽ നിന്നും എതിർ ശബ്ദം വലിയ തോതിൽ ഉയർന്നു വന്നത്, ഇപ്പോഴും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകളിലും 1000-നും 2000-നും ഭൂരിപക്ഷത്തിലൊക്കെ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ സുധാകരൻ ഈ നീക്കങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല. അങ്ങനെ 15 എടുത്ത് മത്സരിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിർണായക ശക്തിയായി മാറുമ്പോൾ അത് ഇടതുപക്ഷത്തെ സഹായിക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ പോകുന്നത്, എളുപ്പമാവുക. നമുക്കറിയാം, ഒരു 4 ദിവസം മുൻപ് ഇടതുപക്ഷം വല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലായ സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം അവർക്ക് മറികടക്കാൻ സാധിച്ചു സുധാകരന്റെ ഈ ഒറ്റ വിഷയത്തിൽ നിന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്യാമളയുടെ കാര്യമായാലും KK ശൈലജയെ പേരാവൂരിൽ നിർത്തിയതായാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നീങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി അദ്ദേഹവും അതിന് മുന്നോട്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ ഇടതുപക്ഷം വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്നും ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത്. സുധാകരന്റെ നീക്കം അത് ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിൽ തന്നെയായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് പറഞ്ഞ VD സതീശന് വാക്കുപാലിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങി. ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക, അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ നാണക്കേട് ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമായി ഇന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായും നടക്കാൻ പോകുന്നത്. സുധാകരൻ മനസ്സ് തുറക്കും, സുധാകരന്റെ നീക്കങ്ങൾ കൃത്യമായി ഇന്ന് നിലപാട് വ്യക്തമാക്കും. അതോടൊപ്പം ഇന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് രാത്രിയോടുകൂടി തന്നെ പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിൽ ഒരു അവ്യക്തതയൊക്കെ നീങ്ങി ഇനി സുധാകരന്റെ നീക്കങ്ങൾ കൃത്യമായി ഈ രീതിയിൽ നാളെ മുതൽ തന്നെ പ്രചരണം ആരംഭിക്കുന്ന രീതിയിൽ ഇനി അസംതൃപ്തരായ ഈ കോൺഗ്രസിലുള്ള ആളുകളെ കൂട്ടിച്ചേർക്കുക, അങ്ങനെ വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. നമുക്കറിയാം, നേരത്തെയൊക്കെ വലിയ തോതിൽ തന്ത്രങ്ങൾ മെനയുന്ന ഒരാളാണ് സുധാകരൻ. സുധാകരനൊപ്പം അത്തരത്തിലുള്ള DCC ഉൾപ്പെടെ സുധാകരനൊപ്പം നിൽക്കുന്നതാണ് കണ്ണൂർ കാഴ്ചകൾ സാധിച്ചത്. കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് സുധാകരനപ്പുറം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് വസ്തുത. അങ്ങനെ സുധാകരനൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാം പിന്തുണയോടുകൂടി വലിയ തോതിൽ പ്രതിരോധം ഈ കോൺഗ്രസിന് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഈ നീക്കത്തിന് പിന്നിൽ സുധാകരന്റെ കൃത്യമായ ലക്ഷ്യം. ലാസ്റ്റ് ബസ്സാണ് സുധാകരനെ സംബന്ധിച്ചിടത്തോളം. ഈ തവണ മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്ത ഘട്ടം വരും. ഇനി MP സ്ഥാനം രാജിവെക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും. അതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. എന്തായാലും നാളെ കണ്ണൂരിൽ എല്ലാ കണ്ണുകളും കണ്ണൂരിലേക്കായിരിക്കും. സുധാകരന്റെ ആ ഒരു നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമായിരിക്കും നാളെ. ഇന്ന് രാത്രി 10:30 മണിയുടെ ഫ്ലൈറ്റിനാണ് സുധാകരൻ ദില്ലിയിൽ നിന്നും വരുന്നതാണ് അവിടെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. അതിനു മുമ്പ് മാധ്യമങ്ങളെ സുധാകരൻ കണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കും. കൂടുതൽ കാര്യങ്ങൾ കണ്ണൂരിൽ വന്നതിന് ശേഷമായിരിക്കും അദ്ദേഹം വിശദീകരിക്കുക എന്ന് മനസ്സിലാക്കുന്നു. നാളെ രാവിലെ തന്നെ കണ്ണൂരിൽ വന്ന് അദ്ദേഹം ഇത് തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ എന്ത് എന്നത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കിരൺ, ഇവിടെ കോൺഗ്രസിന് ഒരു അമിത വിശ്വാസം ഉണ്ടായിരുന്നു സുധാകരൻ അങ്ങനെ പോകില്ല. കാരണം പിണറായി വിജയനെ എതിർക്കുന്നയാൾ എന്ന നിലയിൽ, പിണറായി വിജയനെ നഖശിഖാന്തകം എതിർക്കുന്നയാൾ എന്ന നിലയിൽ ഒരിക്കലും പിണറായി വിജയൻ 3ാമതൊരു തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകരുത് എന്നാഗ്രഹിക്കുന്ന ആദ്യത്തെ ആൾ ആണ് സുധാകരൻ എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ സുധാകരൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുട്ടുമടക്കി അവരുടെ പൊതു നിലപാടിനോട് യോജിച്ചു പോകും എന്ന് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. അതിനാണോ സുധാകരൻ ഇത്തരത്തിൽ ഗുഡ് ബൈ പറയുന്നത്? മനു, അതിനാണ് എന്ന് തന്നെ പറയാം. കോൺഗ്രസ്സുകാർക്കും അത് കൃത്യമായിട്ട് അറിയാം. സുധാകരനെ സംബന്ധിച്ച് മറ്റേതെങ്കിലും ഒരു നേതാവാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തുന്നതെങ്കിൽ അയാൾ സ്വതന്ത്രനായി മത്സരിച്ചാൽ ഇടതുമുന്നണി പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ട്, CPM പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വഴിയേ മുന്നിലില്ല. സുധാകരൻ ആകെ പിന്തുണ നൽകാൻ സാധ്യതയുള്ളത് BJP ആണ്. BJPയിലേക്ക് പിന്തുണ സ്വീകരിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും സുധാകരൻ ഇപ്പോൾ ലഭിക്കുന്ന വലിയ തോതിലുള്ള പിന്തുണ അതിൻ്റെ നല്ലൊരു ശതമാനവും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ദൗർബല്യം സുധാകരനുണ്ട്. ആ ദൗർബല്യം കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് സുധാകരനെ ഏതെങ്കിലും തരത്തിൽ മറുകണ്ഠം ചാടില്ല എന്നൊരു ഉറച്ച വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. അതാണ് കിരൺ സൂചിപ്പിച്ചതാണ് അതിലെ സുപ്രധാനമായ ഒരു കാര്യം. സുധാകരന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന വലിയ ചോദ്യം കൂടി ഇനി കേരളത്തിന് മുന്നിൽ വരികയാണ്. എന്താണ് സുധാകരൻ എടുക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാട്? അത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഏതു തരത്തിൽ മാറ്റിമറിക്കും? ഈ ഒരു വലിയ ചോദ്യം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഏതായാലും ഇലക്ഷൻ ചാനൽ ഇന്ന് ഇവിടെ സമാപിക്കുന്നു. നാളെ കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.